ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ദിവസത്തേക്ക് സൂപ്പർ ശാസ്ത്രജ്ഞന്മാരാകാം. റെഡിയല്ലേ? നമുക്ക് ചുറ്റുമുള്ള ഓരോ സാധനങ്ങളിലും ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അറിയോ? ആ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വാ, നമ്മുടെ അന്വേഷണം തുടങ്ങാം. നിങ്ങളിപ്പോ ഇരിക്കുന്ന മുറിയിലൊന്ന് ചുറ്റും നോക്കിക്കേ. എന്തൊക്കെ കാണുന്നുണ്ട്? കസേരയുണ്ട്, മേശയുണ്ട്, പുസ്തകങ്ങളുണ്ട്. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, അതുമാത്രമല്ല നമ്മൾ ശ്വാസമെടുക്കുന്ന ഈ വായു പോലും. ഇതൊക്കെ ശരിക്കും എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വാ, നമുക്കൊരുമിച്ച് അതങ്ങ് കണ്ടെത്താം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ അന്വേഷണം തുടങ്ങുകയാണ്. ദാ എന്റെ കയ്യിലൊരു കല്ലുണ്ട്, കണ്ടോ? ഇതുപോലുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഖരമെന്ന് വിളിക്കുന്നത്. ഇതിന് എന്ത് പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കിയാലോ? ദാ നോക്കിക്കേ, ഈ കല്ലുണ്ടല്ലോ, ഞാനിത് മേശപ്പുറത്ത് വെച്ചാലും എന്റെ കയ്യിലിങ്ങനെ പിടിച്ചാലും ഇനിയിപ്പോ ഒരു പെട്ടിക്കകത്തിട്ടാലും ഇതിന്റെ ആകൃതിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, ഒരേ രൂപം തന്നെ. അപ്പൊ എന്താ അതിനർത്ഥം? ഈ കല്ലുപോലെയുള്ള ഖരവസ്തുക്കൾക്ക് അതിൻ്റേതായ ഒരു രൂപമുണ്ട്. അത് എവിടെ വെച്ചാലും മാറില്ല. വാ, നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കല്ല് പതുക്കെ അതിനകത്തേക്കിടുന്നു. എന്തുപറ്റി? ദാ കണ്ടോ, വെള്ളം പുറത്തേക്ക് പോയി. അതെന്തിനാണെന്നറിയോ? കാരണം ആ കല്ലിന് ഗ്ലാസ്സിനകത്തിരിക്കാൻ കുറച്ച് സ്ഥലം വേണം. അപ്പോൾ അവിടെയുണ്ടായിരുന്ന വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിമാറ്റി. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഖരവസ്തുക്കൾക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ കയ്യിലൊരു പുസ്തകമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിപ്പാട്ടമോ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് പൊക്കി നോക്കിക്കേ. ഒരു കനം തോന്നുന്നുണ്ടല്ലേ? ഒരു ഭാരം. അതെ, അതാണ് സംഭവം. എല്ലാ ഖരവസ്തുക്കൾക്കും ഭാരമുണ്ട്. വേണമെങ്കിൽ നമുക്കത് അളന്നു നോക്കാനും പറ്റും. അപ്പോ ഖരവസ്തുക്കളുടെ ആദ്യത്തെ രഹസ്യം നമ്മൾ പൊളിച്ചു. എന്തൊക്കെയായിരുന്നു അത്? അവയ്ക്ക് സ്വന്തമായിട്ടൊരു രൂപമുണ്ട്, ഭാരമുണ്ട്, പിന്നെ ഇരിക്കാൻ സ്ഥലവും വേണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതാണ് ഖരം. കൊള്ളാം, ആദ്യത്തെ അന്വേഷണം സൂപ്പറായിരുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത്തവണ കല്ലിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് വെള്ളം. വെള്ളം പോലുള്ള വസ്തുക്കൾ, ഇതിനെയാണ് നമ്മൾ ദ്രാവകം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവകത്തിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നമ്മൾ കല്ലിന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതിനെ ഏത് പാത്രത്തിൽ വെച്ചാലും അതിന്റെ രൂപം അത് തന്നെയായിരിക്കും, അല്ലേ? എന്നാൽ വെള്ളത്തിന്റെ കാര്യം അങ്ങനെയല്ല. ദാ നോക്കൂ, നമ്മൾ വെള്ളത്തിനെ ഒരു ഗ്ലാസ്സിലൊഴിച്ചാൽ അതിന് ഗ്ലാസിന്റെ രൂപം. ഇനി ഒരു കുപ്പിയിലാണെങ്കിലോ അതിന് കുപ്പിയുടെ രൂപം. അപ്പോൾ എന്താ അതിന് മനസ്സിലാവുന്നത്? ദ്രാവകങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രൂപമില്ല. ഓക്കേ, അപ്പോൾ അടുത്ത സംശയം ഇതാണ്. ഖരവസ്തുക്കൾക്ക് ഭാരമുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അതുപോലെ ഈ ഒഴുകി നടക്കുന്ന വെള്ളത്തിന് ഭാരമുണ്ടാവുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? വാ, നമുക്കൊന്ന് പരീക്ഷിച്ച് തന്നെ നോക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ആദ്യം കാലിയായൊരു കുപ്പിയെടുത്ത് അതിന്റെ ഭാരം നോക്കുക. എന്നിട്ട് അതേ കുപ്പിയിൽ നിറയെ വെള്ളമെടുത്തിട്ട് വീണ്ടും ഭാരം നോക്കൂ. എന്തുപറ്റി? ഭാരം കൂടിയില്ലേ? അപ്പോൾ ഉറപ്പിച്ചു, വെള്ളത്തിനും ഭാരമുണ്ട്. അപ്പോതാ ദ്രാവകത്തിന്റെ രഹസ്യവും നമ്മൾ കണ്ടെത്തി. എന്തൊക്കെയാണ്? അതിന് സ്വന്തമായൊരു രൂപമില്ല. ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ രൂപമായിരിക്കും. പക്ഷേ ഖരത്തെ പോലെ തന്നെ ഭാരമുണ്ട്, ഇരിക്കാൻ സ്ഥലവും വേണം. ഇതാണ് ദ്രാവകം. റെഡിയല്ലേ? നമ്മുടെ അവസാനത്തെയും ഏറ്റവും രസകരമായതുമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇത് കുറച്ചൊരു കടുപ്പമാണ്. കാരണം എന്താണെന്നറിയോ? ഈ കൂട്ടുകാരനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനേ പറ്റില്ല. ആരാണത്? നമ്മളെല്ലാവരും ശ്വസിക്കുന്ന വായു. ഈ വായുവിനെയാണ് നമ്മൾ വാതകം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചോദ്യം, അല്ലേ? കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഈ വായുവിന് കല്ലിനും വെള്ളത്തിനുമുള്ളതുപോലെ ഭാരമൊക്കെ ഉണ്ടാകുമോ? നമുക്ക് കണ്ടുപിടിക്കാതെ പറ്റില്ല. ദാ ഈ പരീക്ഷണം നോക്കിക്കേ. ഒരു ത്രാസ് എടുത്തിട്ട് അതിന്റെ രണ്ടു വശത്തും ഓരോ കാലി ബലൂൺ തൂക്കിയിടുന്നു. അപ്പോൾ ത്രാസ് നേരെ നിൽക്കും, ശരിയല്ലേ? ഇനി നമുക്ക് ഒരു ബലൂണിൽ കുറച്ച് വായു നിറച്ചിട്ട് അതിനെ തിരിച്ച് അതേ സ്ഥാനത്ത് വയ്ക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ദാ കണ്ടോ, വായു നിറച്ച ബലൂണുള്ള ഭാഗം താഴേക്ക് പോയി. അതെന്തുകൊണ്ടാ? വായു നിറച്ചപ്പോൾ ആ ബലൂണിന് ഭാരം കൂടി. അപ്പോൾ തെളിഞ്ഞില്ലേ, വായുവിന് ഭാരമുണ്ട്. ഇനി വേറൊരു കാര്യം, നിങ്ങളെല്ലാവരും ബലൂൺ ഊതി വീർപ്പിച്ചിട്ടില്ലേ? നമ്മൾ ഊതുമ്പോൾ അതിങ്ങനെ വലുതായി വലുതായി വരുന്നത് കാണാം. അതെങ്ങനെയാ? കാരണം നമ്മൾ ഊതുന്ന വായു ആ ബലൂണിനകത്ത് സ്ഥലം പിടിക്കുകയാണ്. അപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വായുവിന് ഇരിക്കാൻ സ്ഥലവും വേണം. അങ്ങനെ നമ്മൾ ആ അദൃശ്യനായ കൂട്ടുകാരന്റെ രഹസ്യവും കണ്ടുപിടിച്ചു. എന്തൊക്കെയാ അത്? വാതകങ്ങൾക്ക് ഒരു പ്രത്യേക രൂപമില്ല, പക്ഷെ അവയ്ക്കും ഭാരമുണ്ട്, പിന്നെ ഇരിക്കാൻ സ്ഥലവും വേണം. അടിപൊളി കൂട്ടുകാരെ, നമ്മുടെ 3 അന്വേഷണങ്ങളും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന് എല്ലാം കൂടി ഒന്നുകൂടി നോക്കിയാലോ? ദാ ഈ പട്ടികയിലൊന്ന് നോക്കിക്കേ. ഇതിൽ ആർക്കാണ് സ്വന്തമായിട്ടൊരു രൂപമുള്ളത്? ഖരത്തിന് മാത്രം, അല്ലേ? ദ്രാവകത്തിനും വാതകത്തിനും സ്വന്തമായ രൂപമില്ല. പക്ഷേ
ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഈ 3 പേർക്കും പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ട്. എന്താണത്? 3 പേർക്കും ഇരിക്കാൻ സ്ഥലം വേണം, പിന്നെ 3 പേർക്കും ഭാരവുമുണ്ട്. കൊള്ളാം അല്ലേ? അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ഏറ്റവും വലിയ രഹസ്യം ഇതാണ്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളും, നിങ്ങളുടെ കളിപ്പാട്ടം തൊട്ട് ആകാശത്ത് കാണുന്ന മേഘം വരെ, എല്ലാം ഈ 3 അവസ്ഥകളിൽ ഒന്നായിരിക്കും. ഒന്നുകിൽ അതൊരു ഖരമായിരിക്കും, അല്ലെങ്കിൽ ദ്രാവകം, അതുമല്ലെങ്കിൽ ഒരു വാതകം. പോകുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഐസ് അതൊരു ഖരമാണല്ലോ, അല്ലേ? പക്ഷെ അത് ചൂടാകുമ്പോൾ ഉരുകി വെള്ളമാകും, അതായത് ദ്രാവകമാകും. അപ്പോ ഒരു ഖരത്തിന് ദ്രാവകമായി മാറാൻ പറ്റുമെങ്കിൽ ഇതുപോലെ വേറെ എന്തെല്ലാം അത്ഭുതങ്ങളും രഹസ്യങ്ങളുമായിരിക്കും നമ്മുടെ ഈ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ അന്വേഷണങ്ങൾ ഇനിയും തുടരണം കേട്ടോ.